ആറ്റിൻ വക്കത്തെ മാളിക മേട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ തോളത്ത് തട്ടിയിട്ട്. ഇത് ജൂൺ 6, 2025 വീഡിയോ കേട്ടോ. ശരിക്കും ജൂൺ 8 എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ജൂൺ 8 ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ജൂൺ 8-ന്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഞാൻ ജൂൺ 4-ന് തിരുവനന്തപുരത്ത് തിരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ശങ്കുൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജൂൺ 6-ന് പോകും എന്നുള്ള കാര്യം. അല്ല, ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ പോണതിൻ്റെ മുന്നേ ഒരു ചെറുതായിട്ടൊരു സദ്യ പോലെയൊക്കെ ഉണ്ടാക്കി, സദ്യയും പായസവും മറ്റേ സാമ്പാറും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങളും ഒക്കെ ആയിട്ട് പരിപ്പും നെയ്യൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇസ്വാൻ്റെയും അലുവാൻ്റെയും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പായസമൊക്കെ ഇലയിലിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. പായസം എങ്ങനെയുണ്ട്? അല്ലപ്പനെ ഹായ് പറയും. സോ ഞങ്ങൾക്കൊരു കൊറിയർ കളക്ട് ചെയ്യാനുണ്ട്. ഞങ്ങൾ മണ്ണന്തല DTDC കൊറിയർ സെൻറ്ററിൽ പോവാണ്. അപ്പം ഇവരെയും കൂടെ കൊണ്ടുപോകാൻ എനിക്കൊരു മോഹം. സോ ശങ്കുവിൻ്റെ പപ്പയ്ക്ക് ഓട്ടോയാണ് കേട്ടോ. അപ്പം ഹിസുവിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓട്ടോയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവരാണെങ്കിൽ ഓട്ടോയിലിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർക്കത് വലിയൊരു ട്രിപ്പ് പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണ്ണന്തല പോയി ആ സാധനമൊക്കെ കളക്ട് ചെയ്തു. ഹിസുവിൻ്റെ പുതിയ ഷൂ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവനും ഭയങ്കര ഇഷ്ടം. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് അപ്പം തന്നെ വന്നു. പിന്നെ ഇതേ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇസുവാവയാണെങ്കിൽ ചോക്കോബർ കഴിക്കുന്ന എക്സൈറ്റ്മെൻറ്റിലായിരുന്നേ. സൂപ്പറാണോ? ഇഷ്ടമായോ? ഇവിടെ നോക്കൂ. ലവ് യു. പിന്നെ കുറച്ച് നേരം ഇസുവിൻ്റെ കൂടെ കളിച്ചു. അവനിങ്ങനെ ശരു എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെയൊക്കെ ആ ദിവസം അങ്ങ് പോയി.